ഞാൻ GTA 5 കളിക്കുന്നതിന് മുമ്പ്, RDR2 കളിച്ച് കരയുന്നതിന് മുമ്പ് കളിച്ചുകൊണ്ടിരുന്നതെല്ലാം ഓൾഡ് റെട്രോ ഗെയിംസാണ്. റെട്രോ ഗെയിംസ് എന്ന് പറയുമ്പോൾ GTA San Andreas, Vice City അതൊന്നുമല്ല, പഴയ നോക്കിയ ഗെയിംസ്. ആ ഒരു സമയത്ത് നമ്മൾ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് നോക്കാറില്ല, സ്റ്റോറി നോക്കാറില്ല. ആകെ ഉള്ള ടെൻഷൻ എന്ന് പറയുന്നത് അച്ഛൻ ഫോൺ തിരിച്ച് വാങ്ങിക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഈ ലെവൽ തീർത്തിട്ട് തിരിച്ചു കൊടുക്കണമെന്നാണ്. ഓക്കെ, ഈ ഗെയിംസ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ പോകുന്നത് എൻ്റെ ആൻഡ്രോയിഡ് ഫോണാണ്. അപ്പോൾ എൻ്റെ ആൻഡ്രോയിഡ് ഫോൺസിൽ ഞാൻ എങ്ങനെ ഈ ഗെയിം കളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നില്ല. നിങ്ങൾക്ക് അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഗെയിംസ് എല്ലാം വളരെ ലെജൻഡറി ആയിട്ടുള്ള ഗെയിംസ്. ചിലപ്പോൾ നിങ്ങൾ കളിച്ചിട്ടുള്ള ഗെയിംസ് ഒന്നും ആയിരിക്കണമെന്നില്ല. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ കളിച്ചിട്ടുള്ള ഗെയിംസാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗെയിംസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ, നമുക്ക് പറ്റുമെങ്കിൽ ഇതിൻ്റെ ഒരു പാർട്ട് 2 ചെയ്യാം. ഇനി ഗെയിംസ് റീവിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫെയർ വാണിംഗ്, ഇതിൽ എൻ്റെ ഗെയിം പ്ലേ ചെയ്ത് നോക്കരുത്. ഞാൻ കുറേ കാലം ഈ ഗെയിം എടുത്ത് കളിച്ച് നോക്കിയിട്ട്. സോ ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് മെമ്മറീസ്, നോട്ട് അബൌട്ട് ദ ഗെയിം പ്ലേ. ഫസ്റ്റ് ഗെയിം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് Snake 3 എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ നമുക്കറിയാം പണ്ടത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഗെയിമാണ് സ്നേക്ക്. നമ്മുടെ പഴയ നോക്കിയ ഫോണിലൊക്കെ ഒരു ചെറിയ സ്നേക്കിൻ്റെ വെർഷൻ ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്ത് Snake 3 ആയിട്ടുണ്ട്. ഇത് ഞാൻ ചെറുതിലെ കുറച്ച് കളിച്ചായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. പണ്ടത്തെ നോക്കിയ C201 ഫോണിൽ ഈ ഗെയിം അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ അവരോട് കളിച്ച് നോക്കിയിട്ടുണ്ട് ഈ ഗെയിം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. നമ്മളിങ്ങനെ സ്നേക്കിന് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കണം. ഇവിടെ ഒരു ചെറി കിടക്കുന്നുണ്ട്. ഓക്കെ, ഈ താഴെ കാണുന്ന ഡിസ്പ്ലേ ഉണ്ട്. ഇങ്ങനെയായിരുന്നു പണ്ടത്തെ ഫോണിൽ. അപ്പോൾ ഇത് കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വെർഷനാണ്. ഇതാണ് ഞാൻ കൂടുതൽ കളിച്ചായിട്ടുള്ള എനിക്കൊരു ഓർമ്മ. നമ്മൾ ഇതിൽ സ്നേക്കിൻ്റെ വാലിൽ കടിക്കാൻ പാടില്ല, കടിച്ചു കഴിഞ്ഞാൽ തീർന്ന്. ഈ ഗെയിം എന്നെ ചെറുതിൽ ഒരുപാട് പഠിപ്പിച്ചിട്ടുള്ള ക്ഷമയുടെ വിലയാണ്. കാത്തിരുന്ന് എടുക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. ഈ ഗെയിമിൽ ഏറ്റവും രസം എന്ന് പറയുന്നത് ഈ സ്നേക്കിനെ കൊണ്ടിട്ട് ഇടിക്കുമ്പോൾ ഒരു ടൂണുണ്ട്. അത് അടിപൊളിയാണ് കേൾക്കാൻ. ഇതൊക്കെ ഇപ്പോൾ കളിച്ചിട്ട് ഒരുപാട് നാളായി. ചെറുതിൽ എപ്പോഴും കളിച്ചുകൊണ്ടിരുന്ന ഗെയിമായിരുന്നു ഇതൊക്കെ. ഈ സൗണ്ട് കേൾക്കാൻ നല്ല രസമാണ്. അടുത്ത ഗെയിം എന്ന് പറയുന്നത് ഗെയിം ലോഫ്റ്റിൻ്റെ ഡയമണ്ട് റഷ് ആണ്. നേതൻ ഡ്രേക്കും ലാറ ക്രോഫ്റ്റിനെ പോലുള്ള അഡ്വഞ്ചേഴ്സിൻ്റെ ഗെയിംസൊക്കെ കളിക്കുന്നതിന് മുമ്പ് ഞാൻ കളിച്ച് നോക്കിയത് ഈ ഡയമണ്ട് റഷ് എന്ന് പറയുന്ന ഗെയിമാണ്. ഇതിൽ ആ പയ്യനുണ്ടല്ലോ, അവൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ. അവനാണ് എൻ്റെ ഫസ്റ്റ് അഡ്വഞ്ചറർ. ഇതാണ് ഞാൻ കളിക്കുന്ന ആദ്യത്തെ അഡ്വഞ്ചർ ഗെയിം. ഇതൊരു പ്ലാറ്റ്ഫോമിംഗ് ഗെയിമാണ്. വളരെ രസമായിരുന്നു കളിച്ചുകൊണ്ടിരിക്കാൻ. ആൻഡ് ഇതുണ്ടായിരുന്ന മൊബൈലിൽ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ പേ ചെയ്താലേ ബാക്കിയുള്ള ലെവൽസ് കളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനൊരു 1-2 ലെവലുണ്ട് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരുന്നു. അത് എന്നെ എന്നും കളിച്ചുകൊണ്ടിരിക്കുന്നതിന് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ അത് മടുത്തപ്പോൾ ഞാൻ വേറെ ഗെയിംസ് എടുത്ത് തുടങ്ങി. ഇതിലെ ട്യൂൺ നല്ല രസമാണ്. എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഇതാണ് ഗെയിം. ദി ഗ്രേറ്റ് ടെമ്പിൾ ഓഫ് എംഗോർ വാട്ട്. ഞാൻ പണ്ട് ഇത് വായിച്ച പോലെ നോക്കിയിട്ടില്ലായിരുന്നു. ഐ എം ഫൈനലി ഇൻ. ഓക്കെ, ലെറ്റ്സ് ഗോ, പോവാം. ഇത് സിമ്പിളായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിംഗ് ഗെയിമാണ്. നമ്മൾ ഈ കല്ലൊക്കെ വീഴാണ്ട് സൂക്ഷിച്ച് കളിച്ചാൽ മതി. എൻ്റെ ഈ ഡയമണ്ട് എല്ലാം എടുക്കണം. അതാണ് ഗെയിം. വേറെ അങ്ങോട്ട് പോയി. അടുത്ത സിറ്റി ബ്ലോക്സ് എന്ന് പറയുന്ന ഗെയിമാണ്. ഈ സിറ്റി ബ്ലോക്സ് എന്ന് പറയുന്ന ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഗെയിമാണ്. ഈ ഗെയിം മിക്ക നോക്കിയ ഫോൺസിൽ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഗെയിമാണ് സിറ്റി ബ്ലോക്സ് എന്ന് പറയുന്ന ഗെയിം. നമ്മൾ മറ്റേ ഒരു ബിൽഡിംഗ് ഒരുപാട് നമുക്ക് വെച്ച് പോവാം. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മതി, എല്ലാം തീർന്ന് താഴെ വീഴും. ഇത് എത്രത്തോളം വെച്ച് പോകാൻ ഞാൻ ക്യുക്ക് ഗെയിമാണ് എടുത്തേക്കുന്നത്. അപ്പം 3 ചാൻസ് ഉണ്ട്. 3 കട്ടാഴെ താഴെ പോവാം. പറഞ്ഞില്ല, ഇത് എത്ര ചരിഞ്ഞാലും ഇതിൻ്റെ താളുകൾ വരും, പറന്ന് വരും. എത്ര വരെ പോകാൻ പറ്റുമോ നോക്കാം. ഞാൻ ഈ ഗെയിമിൽ പ്രോ ആയിരുന്നു പണ്ട്. ഇപ്പം പ്രോ ഒന്നുമില്ല. ഇതിലെങ്ങനെയാണ് ആളുകൾ താമസിക്കുന്നത്? ആടി നിൽക്കുന്ന സ്ഥലം. അഡിക്റ്റീവ് ആണ്. ഈ ഗെയിം അഡിക്റ്റീവ് ആയിരുന്നു, ഇപ്പോഴും അഡിക്റ്റീവ് വരുന്നത്. പെർഫെക്ഷൻ ഒന്നും നോക്കണ്ട, ഞാൻ ചുമ്മാ വെച്ച് പോവുകയാണ്. ഇതിൻ്റെ വെർഷൻ ഇപ്പോഴും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പഴയ ജാവ വെർഷൻ തന്നെയാണ് ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്നത്. അയ്യോ, പൊളിഞ്ഞ് വീട് എല്ലാം പോയി. ഇതിൽ ഞാൻ പ്രോ പണ്ട്.
ഇനി ക്ഷമ വേണം. തീർന്നു. അടുത്ത IPL 2010 ഇത് ഞാൻ ഇഷ്ടം പോലെ കളിച്ചിട്ടുണ്ട്. എൻ്റെ ചൈൽഡ്ഹുഡിൽ ഒരുപാട് ഞാൻ കളിച്ചിട്ടുള്ള ഗെയിമാണ് IPL 2010. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ഗെയിം ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. അന്ന് RCB ട്രോഫി ഇല്ലായിരുന്നു. ഞാൻ ഭയങ്കര RCB ഫാനാണ്. അപ്പോൾ എപ്പോഴും RCB കൊണ്ട് ട്രോഫി അടിപ്പിക്കുകയായിരുന്നു എൻ്റെ പരിപാടി. ഇതിൻ്റെ അകത്ത് ടീം വെച്ച് തന്നെ കളിക്കണം. ടൂർണമെൻറ്റ് നമുക്ക് ഇഷ്ടമുള്ള ടീം നമുക്ക് സെലക്ട് ചെയ്യാം. എപ്പോഴും RCB ആണ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ളത്. ഞാൻ RCB എപ്പോഴും സെലക്ട് ചെയ്യാറുള്ളൂ. ഫസ്റ്റ് KKR RCB ആണ്. ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ ഇപ്പോൾ നമ്മൾ കാണാൻ പറ്റും. മനീഷ് പാണ്ഡ്യ ഡെയ്ർ സ്റ്റൈൻ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഡെയ്ർ സ്റ്റൈൻ. എന്തിന് സ്ലോ ബോൾ ഗ്രാഫിക്സ് ഒക്കെ കൊള്ളാം. പിക്സലേറ്റഡ് ആണെന്നേ ഉള്ളൂ. നല്ല ഗ്രാഫിക്സ്. എപ്പോഴായാലും എല്ലാ ഗെയിമിലും ഞാൻ ബാറ്റിംഗ് കളിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. പോളിങ് എൻ്റെ ഡിക്ഷണറി പോലും ഇല്ല. ഇതിൽ സിം ചെയ്യാനൊന്നും പറ്റില്ല. പഴയ ഗെയിമല്ലേ, സിമ്മിങ്ങൊന്നും പറ്റില്ല. ഓറടിച്ചവന്മാർ. ഇഷാന്ത് ശർമ്മയെ കാണാൻ അത്യാവശ്യം ഇഷാന്ത് ശർമ്മയെ പോലെ ഉണ്ട്. നേരത്തെ ഡെയ്ർ സ്റ്റൈനെ കണ്ടിട്ടാണ് എനിക്ക് ചിരി വന്നത്. ബെസ്റ്റ്. എനിക്ക് അടിക്കാറുണ്ട്. അടിപൊളി. T20 ആണ്. 6 എങ്ങനെ കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളി. എനിക്കിത് കളിക്കാറിനോടാ. ഞാനത് കളിക്കാൻ മറന്നുപോയി. ഇതിൻ്റെ ഒരു നേക്ക് കിട്ടാൻ ഇനി കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഈ ഗെയിം ഇവിടെ വെച്ച് നിർത്താം. അതായിരിക്കും നല്ലത്. അടുത്താണ് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള ഗെയിം 2010 to 2013 2014 ആ സമയത്തൊക്കെ ഈ നോക്കിയുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള ഗെയിം ഇതായിരിക്കും ബൗൺസ് ടൈൽസ്. സോ കുറേ നാൾക്ക് ശേഷം ഞാൻ ആ ഗെയിം റീവിസിറ്റ് ചെയ്ത് നോക്കണം. ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എല്ലാ മുട്ടയും നമുക്ക് എടുക്കാം. അതാണ് എൻ്റെ ഇന്നത്തെ ലക്ഷ്യം. എല്ലാ മുട്ടയും എടുക്കണം. കറുത്ത മുട്ട ആഫ്രിക്കക്കാർ. ഈ ഗെയിമിൽ ഞാൻ ശരിക്കും പ്രോ ആണെന്ന് തോന്നുന്നു. കേട്ടോ ത്രൈവ്. ഇത് ഫസ്റ്റ് ലെവലാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. സെക്കൻഡ് ലെവൽ കിട്ടും. എനിക്ക് അറിഞ്ഞൂടാ ഏത് ലെവലോട്ടാണ് പാടാവുന്നതെന്ന്. മറന്നു കഴിഞ്ഞാൽ കളറ് മാറുമ്പം സാധനം അത് തന്നെ. ഞാൻ പണ്ട് വായിച്ചു നോക്കൂല, എപ്പോഴും വായിച്ചു നോക്കിയില്ല. ഇതുവരെ ഗെയിമിൽ എന്തിനാണ് പറയുന്നത് ഞാൻ വായിച്ചു നോക്കിയിട്ടേ ഇല്ല. ഓക്കെ, അങ്ങനെ പൊട്ടിച്ചാൽ ഒരു മുട്ട കിട്ടും. കളർ പൊട്ടിച്ചാൽ ഈ കളർ മാറും. അതായത് പഴയ കളർ വയ്ക്കും. ഇപ്പോഴും വായിച്ചു നോക്കിയില്ലടേ ഞാൻ എന്തിനാണ് എഴുതി കാണിക്കുന്നതെന്ന്. അയ്യോ, ഒരു മുട്ട എടുത്തില്ല. ഗെയിംസൊക്കെ റീവിസിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പണ്ട് കളിച്ചുകൊണ്ടിരുന്ന അതേ ഫീൽ തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നത്. ഇപ്പോൾ ഉള്ള സമയത്തെ ഗ്രാഫിക്സുമായിട്ടൊന്നും എനിക്ക് കമ്പയർ ചെയ്യാൻ തോന്നുന്നില്ല. പ്യുവർ ഫണ്ണാണ് ഈ ഗെയിം. ഇപ്പോഴും കളിക്കുമ്പോൾ എനിക്ക് അതേപോലെ തന്നെയാണ്. എൻ്റെ ചൈൽഡ്ഹുഡിലെ മെമ്മറീസ് എല്ലാം എനിക്ക് ഈ ഗെയിം ഒന്നുകൂടെ റീവിസിറ്റ് ചെയ്തപ്പോൾ എൻ്റെ മൈൻഡിൽ ഒന്നുകൂടെ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഗെയിംസ് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കാം. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇത് എങ്ങനെ എടുക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇനി ഞാൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണമെന്നുള്ള അതേപോലത്തെ ജാവ ഗെയിംസ് താഴെ കമൻറ്റ് ചെയ്യാം. നമുക്ക് പറ്റുമെങ്കിൽ ഒരു പാർട്ട് വീഡിയോ കൊണ്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോ പ്യുവർ നൊസ്റ്റാൾജി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.